ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും, പൊതിച്ചോറാണേ. 2 പൊതിച്ചോറ് ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് നമുക്ക് നോക്കാം. ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചെറിയ ഉള്ളി, പുളി, ഇഞ്ചി, ഒരു ചെറിയ ചമ്മന്തിക്കുള്ള ഐറ്റംസാണേ. തേങ്ങാ ചമ്മന്തി, ഇഞ്ചിയൊക്കെ വെച്ച ചമ്മന്തി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 അടുപ്പിലായിട്ട് 2 ഐറ്റംസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ. ദെൻ മത്തി വറുത്തത് വേണ്ടേ. നമ്മുടെ ചോറൊക്കെ നല്ല ചൂട് ചോറ് റെഡിയായിട്ടുണ്ട്. ഇലയൊക്കെ സെറ്റ് ചെയ്ത്, ഇലയൊക്കെ ഞാൻ വളരെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. കുറച്ച് കട്ടയ്ക്ക് ആയിട്ടുണ്ട് ഇലയുടെ. ബട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായി കഴിഞ്ഞു കേട്ടോ. വാട്ടിയെടുത്ത ഇലയിൽ നല്ല ചൂട് ചോറ് അങ്ങോട്ട് വെച്ചു. ഇത് കുറച്ച് നേരം വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. പൊതിഞ്ഞ് കുറച്ച് നേരം വെക്കണം എന്നാണ്. ദെൻ നമ്മുടെ അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. ചോറ് ഒന്ന് ഇച്ചിരി കൂടുതലും ഒന്ന് ഇച്ചിരി കുറച്ചുമായിട്ടിരിക്കുന്നത്. ഒന്നൊരു വലിയ ആക്കും, ഒന്നൊരു ചെറിയ ആക്കുമാണ്. ചമ്മന്തി വെച്ചു. അടുത്തത് എന്തായിരിക്കും? നമ്മുടെ മത്തി വറുത്തത് ഇലയിൽ പൊതിയുവാണേ. വാട്ടിയ ഇലയ്ക്കകത്ത് തന്നെ ചെറിയ കഷ്ണം ഇല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വേണ്ടേ പൊതിഞ്ഞ് ഇതിനകത്ത് സൈഡിലേക്ക് വെക്കാനാണ്. ഞാൻ ചെയ്ത് പരിചയമില്ലാത്തൊരു കാര്യമാണ്. സോ ഒന്ന് പൊതിഞ്ഞൊക്കെ സെറ്റാക്കാം. പൊതിഞ്ഞ് ആ ഇലയ്ക്കകത്ത് ഇരിക്കുമ്പോൾ മണം നല്ലതാണ്. കടയിലൊക്കെ കിട്ടും പൊതിച്ചോറ്. ബട്ട് ഞാനിത് അങ്ങനെ ചെയ്തിട്ടുമില്ല. ആദ്യമായിട്ട് ചെയ്തതാണ്. ചെയ്തതിൻ്റെ കാര്യം നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ കടയിലെ പൊതിച്ചോറ് വരിക. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയൊന്നും പൊതിച്ചോറിനകത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ കിട്ടില്ല. ഇവിടെ എൻ്റെ മോൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു സാധനം. നമ്മുടെ 2ാമത്തെ പൊതിച്ചോറിലും മത്തി വറുത്തത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. മോൾക്ക് എങ്ങനെ കൊടുത്താലും കഴിച്ചുള്ളൂ. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തു. ഇച്ചിരി എരിവൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇച്ചിരി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതാണ് ഇതിൻ്റെ ഞാൻ ചേർത്തിരിക്കുന്നത്. വേറെ മസാലപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അവളോടെ ഒന്ന് പറയുന്നുണ്ട് ഒരുപാട് വെക്കണേന്ന്. ഇത് വെച്ചു. ഇനി നിങ്ങളെ ഞാൻ പറയാത്ത 2 ഐറ്റംസ് കൂടെ ഇതിൽ വെക്കുകയാണ്. കാണിക്കാമേ. വേണ്ടേ മെഴുക്കുവരട്ടി തീർക്കാനാണ്. 2 പൊതിച്ചോറിനകത്ത് വെക്കണമല്ലോ. അതിനകത്ത് വെച്ചു. വല്ലപ്പോഴും അല്ലേ പൊതിച്ചോറ്. ചോറ് ഞങ്ങളങ്ങനെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരല്ല. വേണ്ടേ അടുത്ത ഐറ്റം. അതെന്താണെന്ന് മനസ്സിലായോ? അത് തലേന്നത്തെ ബീഫ് ഇരുന്നത് ഇച്ചിരി വറ്റിച്ചെടുത്തതാണ്. കുറച്ചേ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. ഒരു കാര്യമില്ലാതെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് ഞാനൊന്ന് നന്നായിട്ട് വറ്റിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് കറികളൊക്കെ ആയിട്ടല്ലേ പൊതിച്ചോറ് വരിക. ആക്ച്വലി അത്രയും കറികളുടെ ആവശ്യമൊന്നുമില്ല ചോറ് കഴിക്കാൻ. 2 കറികളുടെയൊക്കെ ആവശ്യമുള്ളൂ. ബട്ട് പൊതിച്ചോറാകുമ്പോൾ നമ്മുടെ നൊസ്റ്റാൾജിയ ഫീലിംഗ്, ഒത്തിരിയും കറികളൊക്കെ ആയിട്ടാണ് നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടുള്ളത്. ദെൻ നമ്മുടെ അൺഅവോയ്ഡബിൾ ഐറ്റം മുട്ട പൊരിച്ചതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സാധനം എനിക്ക് വെക്കാൻ പറ്റിയില്ല. അച്ചാറാണ്. അച്ചാർ ഞാനങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. മോൾക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ അത്ര അങ്ങോട്ട് റെഡി അല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിക്കാറില്ലത്. ഇത് സഡൻലി ചെയ്തതായതുകൊണ്ട് വാങ്ങിച്ചില്ല. ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ അച്ചാറിൻ്റെ കാര്യമില്ല. അച്ചാർ വേണം എന്നുള്ളവരുണ്ടാവും. അങ്ങനെ വലിയ പരിചയമില്ലാത്ത പണിയായിട്ട് ഞാൻ പൊതിഞ്ഞു വെച്ചു. ആഫ്റ്റർ 3 hours 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തത്. മോളാണേ ഓപ്പൺ ചെയ്യുന്നത്. കേട്ടോ, അതിൻ്റെ നല്ല സെറ്റായിട്ടുണ്ടേ. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതെ, തുറന്ന് പൊരിച്ചമീൻ്റെ ഫിഷ് ഫ്രൈയുടെ എണ്ണയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ ഇലക്കകത്തിരുന്നതിൻ്റെ മണമൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും. ചൂട് ചോറിനകത്ത് അതിരിക്കുമ്പോൾ ഇതെല്ലാം നല്ല സിങ്കായി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.